ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നല്ല സൺറൈസൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അപ്പോഴാലോചിച്ച രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് എടുത്താലോ എന്ന്, ഒരു മിനി വ്ളോഗ്. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ദോശയും ചട്നിയുമാണ്. ഇന്നലെ വെച്ചിരുന്ന മാവിൻ്റെ അവസ്ഥ എന്താ നോക്കാനായിട്ട് വേഗം എടുത്ത് വെച്ചപ്പോൾ അടിപൊളിയായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദോശ കുറച്ച് സ്പെഷ്യലാണ്, വെറൈറ്റിയും കൂടിയാണെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഗ്രീൻ ഗ്രാം, ദാൽ, വൈറ്റ് ചന്ന ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. സോ ഞാൻ ആദ്യം തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടാണ് ദോശ പരത്താൻ തുടങ്ങിയത്. സോ അപ്പം തന്നെ മനസ്സിലായി ആ ദോശ ഫ്ലോപ്പായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ കാരണം ദോശ അങ്ങോട്ട് കറക്റ്റായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദോശ വാവയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, അതുകൊണ്ടാണ് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ദോശ ബട്ടർ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദോശയൊക്കെ ഉണ്ടാക്കി. നല്ല ക്രിസ്പി ആയിരുന്നു ദോശയൊക്കെ. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും കിട്ടിയായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ പ്രത്യേകിച്ച് അടുത്ത പരിപാടിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിൽ കറിയായിട്ട് നമ്മൾ ചട്നി തന്നെ ഉണ്ടാക്കുന്നുള്ളൂ, നോർമൽ കോക്കനട്ട് ചട്നി. ചെറിയ ഉള്ളിയും പിന്നെ കടുകും കൂടെ കൂട്ടിയിട്ട് വറവിട്ടു. അത്രയേ ഉള്ളൂ നമ്മൾ കോക്കനട്ട് ചട്നിയുടെ പരിപാടികൾ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ദോശയ്ക്ക് ഇന്നലത്തെ കുറച്ച് കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.